ഇപ്പോൾ ഞാനുള്ളത് മെട്രോ സ്റ്റേഷനിലാണ്. ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്, കോർണിഷിലേക്കാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മീൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് വളരെ അടുത്താണ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പോകാനുള്ളൂ. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടാവും, ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ മെട്രോയിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാനൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ എസ്കലേറ്റർ കണ്ടില്ലേ, എന്തൊരു ഹൈറ്റ് ആണല്ലേ. അങ്ങനെ ഇപ്പോൾ മെട്രോയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഇവിടെ, അതാണ് ആകെയുള്ള പ്രശ്നം. ഇപ്പോൾ മെട്രോ സ്റ്റേഷനകത്തൊക്കെ നല്ല തണുപ്പാണ്, എ സി ആണല്ലോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് ഇവിടെ നടക്കാനുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ, ഇതിലൂടെ നടന്നു പോകാനൊക്കെ നല്ല അടിപൊളി വൈബാണ്. ആ ലൈറ്റിങ്ങൊക്കെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പോസ്റ്റ് അതവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, എന്നാലും വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ്. നമുക്ക് ടൈം അധികം തോന്നിക്കില്ല, പിന്നെ നമുക്കൊരു എക്സസൈസ് കൂടിയാണല്ലോ. റോഡിൻ്റെ സൈഡിൽ കണ്ടില്ലേ, പാർക്കിംഗ് ഏരിയ ആണിത്. എത്ര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്, കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ, ബസ് സ്റ്റോപ്പ്. ഇവിടെ വന്ന് നമുക്ക് കുറച്ച് പേർക്ക് ഇരുന്നിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടിയുള്ളൂ നടക്കാനായിട്ട്, ഒരു 5 മിനിറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഇവിടെ ആ റോഡിൻ്റെ സൈഡിലുള്ള മറ്റേ ലൈറ്റ് കണ്ടോ, അത് നമ്മുടെ ലീഫിൻ്റെ ഒക്കെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ സ്ഥലം എത്തി കേട്ടോ, കോർണിഷ് എത്തി. മഞ്ഞ ലൈറ്റ് ഇങ്ങനെ കാണുന്നത്, അതിൻ്റെ ഉള്ളിലാണ് മറ്റേ അക്വേറിയം. ആ കാണുന്നതാണ് ഖത്തർ മ്യൂസിയം. നമ്മളിപ്പോൾ റോഡ് കടന്നിട്ട് ഇപ്പോൾ കോർണിഷിൻ്റെ സൈഡിലോട്ട് എത്തി കേട്ടോ. ഞാനിപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ കോർണിഷിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാനുണ്ട് ബോട്ടൊക്കെ വരുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അതായത് മീനൊക്കെ അവിടെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇവിടെ ഈവനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടാവും കേട്ടോ, ഇവിടെ ജസ്റ്റ് ബീച്ചിൽ വന്നിരിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ചൂണ്ടൽക്കാരുണ്ട്, ഒരുപാട് പേര് ചൂണ്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞു, ഏകദേശം ഇപ്പോൾ ഒരു 8 മണി 9 മണി ആവാനായി. ഒരു 5 മണി സമയത്തേക്ക് ഇവിടെ നല്ല തിരക്കായിരിക്കും. നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാനാണെങ്കിലും മീൻ ചൂണ്ടാൻ വരാനാണെങ്കിലും. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ ചൂണ്ടാനായിട്ട്. അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. സംഭവം ഇവിടെ നല്ല ചൂടാണെങ്കിലും ഇവിടെ കോർണിഷിലോട്ട് എത്തിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടില്ല കേട്ടോ. ചെറിയ കാറ്റൊക്കെ ഉണ്ട്, തണുത്ത കാറ്റൊന്നല്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇവിടെ നല്ല ഇരുട്ടാണ്, ഇപ്പോൾ രാത്രിയായല്ലോ. ഇവിടെ അധികം ലൈറ്റൊന്നും ഈ കോർണിഷിൻ്റെ സൈഡിലായിട്ടില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് മീൻ മേടിക്കുന്ന സ്ഥലത്തേക്കാണ്. അതാണ് അവിടെ ലൈറ്റൊക്കെ കണ്ടില്ലേ. ഇന്ന് ആളുകളൊക്കെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു മീൻ മാർക്കറ്റിനകത്ത്. മീൻ മേടിക്കാനായിട്ട് ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. മേടിക്കാനായിട്ടാണെങ്കിലും വിൽക്കാനായിട്ടാണെങ്കിലും ആളുകൾ കുറവാണ്. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സംഭവം നല്ല രസമുണ്ടല്ലേ ലൈറ്റിങ്ങൊക്കെ കാണാനായിട്ട്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം കേട്ടോ, ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം കാലിയാണ്. സത്യത്തിൽ ഇവിടെ കുറേ പേരുണ്ടാവാറുണ്ട് മീൻ വിൽക്കാനായിട്ടാണെങ്കിലും മേടിക്കാനാണെങ്കിലും. ഈ സൈഡിലൊക്കെ കാലിയാണ്. അവിടെ അറ്റത്തായിട്ട് അവിടെ ആരും ഉണ്ട് മീൻ വിൽക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കാം കേട്ടോ എന്തൊക്കെയുള്ളതെന്നുള്ളത്. ആളുകളും കുറവാണ്, സാധാരണ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. എന്തൊക്കെയാണ് മീൻ നോക്കാം കേട്ടോ. ഇവിടെ കുറച്ച് ഇതുണ്ട്, മിൽക്ക് ഫിഷ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വെള്ളടു ഉണ്ട് നമ്മുടെ നാട്ടിലെ. പിന്നെ സാഫി ഉണ്ട്, പിന്നെ തെരണ്ടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തെരണ്ടിയാണ്, ഫ്രഷ് ആയിരിക്കും സംഭവം. അപ്പോൾ അവിടുന്ന് ബോട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ അതുപോലെ ഇതൊരു ബ്ലാക്ക് സ്നാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ്. ഇത് ഗ്രില്ല് ചെയ്യാൻ പറ്റിയാണ് കേട്ടോ, പക്ഷേ ഇത് ചെറുതാണ് സംഭവം. फेंक दो, पैसा वापस। কত করে রে? 10 টাকা দেছি। দো মছলি মছলি এত দূর থেকে আড়ু দো হাতে তো খরচ না সেটা চেঞ্জ দিও यार क्या डाइव से करिस আমরা তো কমন ले যাই যে কম কে কন্নড় से चलो 10 साढ़े 8 टाइम है नहीं वो दूसरा है ഇപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള വലിയ മീനൊന്നും ഇല്ല കേട്ടോ, ചെറിയ മീനാണ് അല്ലാതും. ഇനി അവിടെ പോയി നോക്കാം, അവിടെ ബോട്ടാരിയിൽ വേറെ മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ വരുന്നുണ്ടാവുള്ളൂ.
അപ്പോൾ വേറെ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാൻ പോയിട്ട്. ഇവിടെ പൂച്ച കുറേ നേരമായിട്ട് കറങ്ങി കിടക്കുന്നുണ്ട്. ഇയാളിവിടെ വന്നിരിക്കുകയാണ്. ഇത് അവിടുന്ന് വരുന്ന സമയത്തും ഉണ്ടായിരുന്നു കേട്ടോ. 2-3 സ്ഥലത്ത് കണ്ടിരുന്നു. ഇനി സെയിം പൂച്ചയാണോ അതോ വേറെ ആണോ എന്നറിയില്ല. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഒന്നിലും മീനൊന്നും കാര്യമായിട്ടില്ല. എന്തായാലും അവിടെ അറ്റത്തോട്ട് പോയി നോക്കാം. അവിടെ എന്തോ ആൾക്കാർ കാണുന്നുണ്ട്. അവിടെ പോയിട്ട് നോക്കി നോക്കാം. ആ ഒരു ബോട്ടിലാകെ മീനുള്ളതെന്ന് തോന്നുന്നു. ഇത് അവിടെ എന്തോ മീനൊക്കെ എന്തൊക്കെ ഉണ്ട് ബോട്ടിൽ. അവിടെ പോയിട്ട് നോക്കി നോക്കാം കേട്ടോ. എന്തൊക്കെ മീൻ ഒരു വലയിൽ നിന്ന് എടുക്കുന്നുണ്ട്. $25 ಪೇಸ್ ಚಿನ್ನದ ಪಟ್ಟಿ. الحين هذا الحين أنا ما في نفر يجي والله شيل الفوق كله من الشجرة. وين شعري؟ كل ما موجود كذا ما في شعر هذا كم؟
10 रेट छोटा केक का 10 रेट वेट करो दो किलो दिया അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മീൻ വാങ്ങി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി വലിയ മീനുണ്ടോ ഗ്രില്ല് ചെയ്യാനുണ്ടോ എന്നുള്ളത്. വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ 1 കിലോ ഞണ്ടും പിന്നെ 1 കിലോ മീനും വാങ്ങി. മീൻ ചേരി വെള്ളോടും ഉണ്ടല്ലോ, അങ്ങനെ മിക്സായിട്ട് 1 കിലോൻ്റെ മീനും മേടിച്ചു. 25 റിയാലായി, ഏകദേശം 2 കിലോത്തോളം ഉണ്ട്. അപ്പോൾ അതും വാങ്ങിയിട്ട് വീട്ടിൽ പോകാമല്ലേ. അപ്പം മീനൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരു ടാക്സി വിളിക്കണം. ഇനി മെട്രോയിൽ പോകാൻ പറ്റില്ല, മീനായിട്ട് പോവാം, പക്ഷേ ഈ മീനായിട്ട് പോകുന്നത് ഒരു സുഖമല്ല. അപ്പോൾ ടാക്സി വിളിച്ചു. ഇനി അതിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റ് ട്രാവൽ ചെയ്യേണ്ടി വരും. ഈ സമയത്ത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും, നല്ല ട്രാഫിക്കാണ്. ഇനി ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.